എല്ലുകൾ പൊടിയുന്ന അല്ലെങ്കിൽ നിരന്തരമായി ഫ്രാക്ചറുകൾ ഉണ്ടാകുന്ന ഒരു അസുഖത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ആ അസുഖം? അത് അത്ര കോമൺ ആയിട്ടുള്ള അസുഖമാണോ? എന്തൊക്കെയാണ് നിലവിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? പറഞ്ഞു വരുന്നത് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന ഒരു അപൂർവ അസുഖത്തെക്കുറിച്ചാണ്. എന്തിനാണ് ഒരു അപൂർവമായ അസുഖത്തെക്കുറിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് അപൂർവമായതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ പാരന്റ്സിന് ആരെയാണ് കാണിക്കേണ്ടതെന്നോ എന്തൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്നോ വലിയ ധാരണയുള്ള ഉണ്ടാവാറില്ല. പലപ്പോഴും ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ കുട്ടികളുടെ കൈകൾക്കും കാലുകൾക്കെല്ലാം കാര്യമായ ബെൻഡുകളും വൈകല്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ നിലവിൽ 18-ലധികം ഡിഫറെന്റ് ജനറ്റിക് വെറൈറ്റികളുണ്ട്. അതിന്റെ ജനറ്റിക് ടൈപ്പിനനുസരിച്ച് അതിന്റെ സിവിയറിറ്റിയും ഓരോരുത്തർക്കുണ്ടാകുന്ന ഫ്രാക്ചറുകളുടെ എണ്ണവും അവർ നടക്കാനുള്ള സാധ്യതകളും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ജനറ്റിക് അനാലിസിസിലൂടെ ഇത് ഏത് ടൈപ്പ് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ ആണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തത് റെഗുലർ ആയിട്ടുള്ള ഡെക്സാ സ്കാനിലൂടെ ബോണിന്റെ ഘനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കട്ടിയെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് കൃത്യമായ ഇടവേളകളിലുള്ള ബിസ്ഫോസ്ഫനേറ്റ് ട്രീറ്റ്മെന്റുകളാണ്. ഇത് എല്ലിന്റെ കാഠിന്യം കൂട്ടുന്നതിനും ഫ്രാക്ചറുകളുടെ എണ്ണം കുറക്കുന്നതിനും സഹായിക്കുന്നു. മൂന്നാമത്തത് നിലവിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോണുകൾ വളയാതിരിക്കാനും പൊട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രൊഫൈലാക്റ്റിക് ഇൻട്രാമെഡുലറി നെയിലിംഗ് സർജറീസ് ആണ്. നാലാമത്തത്, ഇനി ഓൾറെഡി ഫ്രാക്ചറുകൾ ഉണ്ടാകുകയും എല്ലുകൾ വളഞ്ഞും തിരിഞ്ഞുമാണ് ഇരിക്കുന്നതെങ്കിൽ അത് നേരെയാക്കാനുള്ള സർജറികൾ. ഏറ്റവും പുതുതായി FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൻറ്റിസ്ക്ലീറോസ്റ്റിൻ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ്. സ്റ്റെം സെൽ തെറാപ്പിയിലും ജീൻ തെറാപ്പിയിലും നടക്കുന്ന റിസർച്ചുകളും ട്രയലുകളും വളരെയേറെ പ്രതീക്ഷയുള്ളതാണ്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ജനിതകമായ അസുഖങ്ങളുടെ ഫ്യൂച്ചറും.